ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ് എഡ്മണ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്മണ്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ എഡ്മണ്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ വലിയ ഒരു എന്നാ പറയുന്നത് ഒരു ബോറിങ് സിറ്റി എന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ. ഇവിടെ അങ്ങനെ എൻ്റർടൈൻമെൻറ്റിങ്ങിൻ്റെ ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലെന്നുള്ളതാണ് പറയുന്നത്. ഏതൊക്കെയാലും ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള എഡ്മണ്ടൺ മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പം നമ്മൾ രാവിലെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്നാന്നൊന്ന് നോക്കിയിട്ട് വരാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്നും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിരിക്കും. എനിവേ നമുക്ക് എഡ്മണ്ടൺ മോൾ ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, ഈ എഡ്മണ്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാനഡയിലെ ആൽബർട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനമുണ്ട്. അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് എഡ്മണ്ടൺ. സസ്കാച്ചുവാൻ റിവർ എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ആൽബർട്ടയിലുള്ള ഒരു സിറ്റിയാണ്. ഒരു ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഈ ഫ്രഞ്ച് തിയേറ്റർ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ എഡ്മണ്ടൺ ഫോക്ക് മ്യൂസിക് ഫെസ്റ്റിവൽ, സമ്മർ ഫെയർ, അങ്ങനെയുള്ള കുറച്ച് പോലെയുള്ള ഫെസ്റ്റിവൽസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഗൈസ്, ആൽബർട്ടയിൽ ഒരു 50 ലക്ഷം ആൾക്കാരുണ്ട് മൊത്തം ഈ സ്റ്റേറ്റിൽ. അതിലൊരു 12 ലക്ഷം പേര് ഇവിടെ ഈ എഡ്മണ്ടണിലാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ റിവർ വാലി എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ ഈ സൈക്ലിങ്, അതുപോലെ വാക്കിങ്, പിക്നിക് ഏരിയ, അതുപോലെയുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ റിവറിൻ്റെ സൈഡിലുള്ള നല്ലൊരു പാർക്കുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥലം ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലൊരു മെട്രോയുടെ ഒരു പാലം ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ്. മെൽബണിലുള്ള ഒരുമാതിരിപ്പെട്ട കടകളൊക്കെ ഇവിടെയുണ്ട്. ഐക്കിയ, അതുപോലെ തന്നെയുള്ള ചില കടകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വാൾമാർട്ട്, കോസ്കോ, ഇങ്ങനെയുള്ള കടകളൊക്കെ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എഡ്മണ്ടൺ മോള്. അതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാട്ടർ തീം പാർക്കാണ്. അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സെൻറ്റർ ആയിരുന്നു. അപ്പോൾ മെൽബണിലുള്ളവർക്കറിയാം, മെൽബണിലൊരു ചാർട്ട്സ്റ്റൺ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. ഏകദേശം അതുപോലെയുള്ള നല്ലൊരു ഡിസൈനർ ഷോപ്പുകളും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ ഷോപ്പിംഗ് സെൻറ്ററാണ്. അകത്ത് കയറി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസ് സ്കേറ്റിംഗ് പ്ലേസ് ഇതിനകത്ത് ഉണ്ട്. അറിയാമല്ലോ, കാനഡ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്കേറ്റിങ്, സ്കീയിങ്, അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു ട്രെയിനിങ് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഒരു അമ്മച്ചി നല്ല 100 പറന്ന് പോകുന്നുണ്ടോ.
ഏതൊക്കെയാലും കിട്ടിയ അവസരത്തിൽ കുറച്ചെന്തൊക്കെയോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫിയോണ വരുന്നുണ്ട്. ഗൈസ്, പിന്നെ ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വാട്ടർ തീം പാർക്കാണ് കേട്ടോ. ദേ നോക്കിയേ, ഇവിടെ ഇങ്ങനെ തിരയടിച്ച് വെള്ളം നമ്മുടെ വീഗാലാൻഡിലൊക്കെ കാണുന്നത് പോലെ ഉള്ള ഒരു സെറ്റപ്പാണ്. അങ്ങനെ ഞങ്ങളിത് ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ പിന്നെ ഇവിടുത്തെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയയിൽ കിട്ടുന്നതിനേക്കാളും ഭയങ്കര ക്വാണ്ടിറ്റിയിലാണ് സാധനം കിട്ടുന്നത്. ഒരു ബൊറൈറ്റോ മേടിച്ച ഇതൊരു 2 പേർക്ക് കഴിക്കാം, അത്രയും വലുതാണ്. ഇതിന് $17. ഫിയോണ എന്നാണ് മേടിച്ചേ? ചിക്ക് ഫിലെ. അതെന്നാ ചിക്ക് ഫിലെ എന്ന് പറഞ്ഞാൽ? ഇതെന്തുവാ? This is waffle fries. Waffle fry, yeah. And this is a burger. And this is പേര് chick fil-a. Yeah. Oh. ഇത് ഭയങ്കര ഫേമസ് ആണോ? Yeah. പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാലേ കാര്യത്തിന് ഇത് മേടിച്ചത് ചിപ്പോട്ട്ലെ. ഇത് ഭയങ്കര വലുതാട്ടോ. ഞാനിതിന്റെ പകുതിയേ കഴിക്കത്തുള്ളൂ. അതും ഇതും കൂടെയാണ്. പിന്നെ ഇനിയിപ്പോ ഇന്നത്തെ ദിവസം നമുക്ക് ഫുഡിന്റെ ആവശ്യമില്ല അല്ലേ? എന്നാ തുടങ്ങിയേക്കാം, തകർത്തേക്കാം. ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ബൊറീറ്റോയാണ്. ഈ ബൊറീറ്റോയുടെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓസ്ട്രേലിയ കിട്ടുന്നതിൻ്റെ ഒരിരട്ടി വലിപ്പമുണ്ട്. അത് തന്നെയല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഫുഡ് ട്രൈ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം അവിടത്തേക്കാളും ടേസ്റ്റ് ഇവിടെ ഉണ്ട്. അത് തന്നെയല്ല, എനിക്ക് തോന്നുന്നു അവിടത്തേക്കാളും കുറച്ച് ചീപ്പാന്ന് തോന്നുന്നു ഫുഡ് ഇവിടെ. അപ്പം കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്. ഏതൊക്കെയാലും കാനഡയ്ക്ക് തന്നല്ലേ നമുക്ക് ഇവിടുത്തെ ഓരോരോ വെറൈറ്റി. അത് ഇവക്ക് നല്ലതായിട്ട് അറിയാം. ഫിയോണയ്ക്ക് ഇതെല്ലാം അവള് റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഇമ്മ ഇരുന്ന് കൊടുത്താൽ മതി, ഇവള് പോയി ഓർഡറൊക്കെ ചെയ്ത് വന്നോളൂ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏതൊക്കെയാലും കഴിച്ചേക്കാം. ഗൈസ്, ഏതൊക്കെയാലും എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരേലും ഒക്കെ കൂട്ടുകാർ എന്തായാലും കാണാതിരിക്കത്തില്ല. അപ്പം നമ്മളിവിടെ എഡ്മണ്ടനിൽ വന്നെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട്, ചെറുപ്പകാല ഫ്രണ്ട് എന്ന് പറയാം, വർഷങ്ങളായി ഞങ്ങൾ കണ്ടിട്ട്. വർഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല അവനെ കണ്ടതെന്നാണ്. പക്ഷേ ഫേസ്ബുക്കൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സഞ്ചറിനകത്ത് മെസ്സേജൊക്കെ ഇടുമായിരുന്നു. അപ്പം പുള്ളി എങ്ങനെയോ അറിഞ്ഞു, എനിക്ക് വന്ന നമ്മുടെ വ്ളോഗ് കണ്ടിട്ടാണോ ഞാനിവിടെ എഡ്മണ്ടൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് വൈകുന്നേരം ഒന്ന് കൂടാമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് എടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം പുള്ളിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്, റെഡിയായി നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ചെറുപ്പകാല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബന്ധം തന്നെയാണ്. ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് പോലെയല്ലല്ലോ ഈ ചെറുപ്പത്തിലുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇങ്ങനെ ലൈഫ് ലോങ് അങ്ങനെ നിൽക്കും. അപ്പോൾ ഏതെങ്കിലും ഭയങ്കര ഹാപ്പിയായി. നമുക്കിവിടെ എഡ്മണ്ടനിൽ അങ്ങനെ അറിയത്തില്ല, എനിക്കും അറിയത്തില്ലായിരുന്നു കാര്യം. ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കറിയത്തില്ലായിരുന്നു. പുള്ളി ജോബി എന്നാണ്, കോട്ടയത്തിനടുത്ത് കിടങ്ങൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോബിയുടെ വീട്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ ക്യാമ്പുകളിലും അതുപോലെയുള്ള പല പരിപാടികൾക്കൊക്കെ ഞങ്ങളിങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട്.
ഗൈസ് അങ്ങനെ നമ്മള് എഡ്മണ്ടിന് വന്ന് എന്റെ കൂട്ടുകാരൻ നമ്മുടെ ജോബിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ട് ഏതായാലും അതൊരു എന്നാ പറയുക നമ്മുടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, വളരെ സർപ്രൈസ് ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അറിയത്തില്ലായിരുന്നു വിളിച്ചു കഴിഞ്ഞപ്പോഴാ പുള്ളിയുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറമാണ് നമ്മുടെ ഹോളിഡേ ഇൻ ഹോട്ടല്. അപ്പൊ പുള്ളി അങ്ങനെ പെട്ടെന്ന് വന്നു, നമ്മളിവിടെ വന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം തിരിച്ച് അങ്ങോട്ട് ഹോട്ടലിലേക്ക് തന്നെ പോവുകയാണ് ഗൈസ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങള്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നതോടെ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ താങ്ക് യു.